ഹായ് ആവണി. ഹലോ. എന്താണ് സംഭവം എന്നല്ലേ? ആദ്യം ഒരു തവണ ഹിമാചൽ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അത് നമ്മുടെ പ്രഗ്യയും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ട് 2 വീലറിൽ അങ്ങനെ ഒരു ചെറിയ ഒരു 3-4 മാസത്തെ ഒരു ട്രാവലാണ്. അപ്പം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പം നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇനി ഇതെല്ലാം വാരിപ്പിറക്കി വെക്കുക, നേരെ വണ്ടി എടുക്കുക, പോവുക. പിന്നെ എൻ്റെ വണ്ടി ഇത്തിരി കിക്കടിച്ച് ഒരു പരുവായിട്ടുണ്ട്. ഞാൻ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2010 മോഡൽ ഹോണ്ട ഏവിയേറ്ററാണ്. പെർഫോമൻസ് വേറെ കുഴപ്പമൊന്നുമില്ല. 2010 ഇറങ്ങിയ വണ്ടിയുടെ നല്ല വണ്ടിയായിരുന്നു. ഇപ്പോഴത്തെ വണ്ടിയുടെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കാം. ഇതുവരെയ്ക്കും വേറെ കുഴപ്പമൊന്നുമില്ല. യാത്ര മംഗളകരമായിട്ട് സുഖകരമായിട്ട് പോയിട്ട് വരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പോയിട്ട് വരും നമ്മൾ. അപ്പം ശരി എന്നാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. എൻ്റെ വണ്ടി ഉണ്ടോ? അപ്പോൾ 2010 ഏവിയേറ്ററാണ്, ഹോണ്ട ഏവിയേറ്റർ. ഇതിലും നമ്മുടെ സിഗ്നൽ എഡിക്ഷൻ എൻഫീൽഡിലായിട്ട് നമ്മൾ 3 പേരാണ്. രാഹുൽ, ഹായ് രാഹുൽ. ഹായ് ദേവു, പിന്നെ ഞാൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ രാജസ്ഥാൻ പിടിക്കണം. സൂറത്ത് ആണ് നോക്കാം. അവിടെ നിന്ന് 5 മണിക്കൂറത്തെ യാത്രയാണ്. ഇപ്പം സമയം 10 മണിയായി. അപ്പം ഇനി അവിടെ ചെന്നിട്ട് ബാക്കി സംസാരിക്കാം അല്ലേ? അപ്പം നമ്മളെ വഡോദരയിലേക്കുള്ള, അതായത് ഗുജറാത്ത് സൂറത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വഡോദര എത്തും. വഡോദര. അപ്പോൾ നമ്മൾ വഡോദരയിലോട്ടുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ യാത്രാമധ്യേ ഞാൻ എൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്യാമറയൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 160 കിലോമീറ്റർ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നൊരു 350 കിലോമീറ്റർ കൂടിയുണ്ട്. ടോട്ടൽ 400 കിലോമീറ്റർ ആട്ടോ. മുംബൈ ഗോരേഗാവിൽ നിന്നും വഡോദരയിലേക്ക് ടോട്ടൽ 400 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ. നമ്മളെ വഡോദരയിലോട്ടുള്ള യാത്രയിൽ, അതായത് സൂറത്തിലോട്ടുള്ള യാത്രയുടെ ഇടയിൽ ഒരു ഹോട്ടൽ കണ്ടിട്ട് അവിടെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. ഫുഡ് കഴിച്ചിട്ട് വരാമേ. അതുപോലെ തന്നെ നമ്മൾ ഈ പാലൊക്കെ കയറി ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ വലിയ മരങ്ങളോ വൃക്ഷങ്ങളോ അങ്ങനെ തന്നെ ഒന്നും തന്നെയില്ല. മരുഭൂമിയാണോ എന്ന് ചോദിച്ചാൽ മരുഭൂമിയൊന്നുമല്ല. പക്ഷേ ഇവിടെ കൃഷികളും മറ്റു കാര്യങ്ങളും കൊണ്ടുണ്ടായി നല്ല ചൂടുമുണ്ട്. പക്ഷേ എന്തായിരുന്നാലും ഞാൻ ആസ്വദിച്ച് തന്നെയാണ് ഈ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വഡോദരയിലോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല റോഡാണുള്ളത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും കടകളോ അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. വെള്ളവും ഒന്നും കുടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും, റോഡ് വളരെ ഗംഭീരമായ റോഡാണ്. സ്പീഡിൽ പോകാനുള്ള ടെൻഡൻസി നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൈൻഡ് ഇങ്ങനെ പറയും, സ്പീഡിൽ പോകരുത്, വളരെ കെയർഫുള്ളായിട്ട് പോവുക. അപ്പോൾ കുറച്ചൊക്കെ സ്പീഡൊക്കെ കുറച്ച് വളരെ സാവധാനത്തിൽ മെല്ലെ അങ്ങ് പോവുകയാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാർ 2 പേരും അങ്ങ് മുന്നേ എത്തി. പോകുന്ന വഴിക്ക് എന്താ പറയുക, ഇതുപോലുള്ള കുന്നുകളും മലകളും അറിയാലോ, കൗതുകം എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി കേട്ടോ.
ഇപ്പം ഗുജറാത്തിൽ നന്ദിഗ്രാമത്തിൽ ഈ ജൈനക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ടോട്ടൽ 2.5 മണിക്കൂറത്തെ യാത്ര, അതായത് 138 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ളൂ. ആ പകുതി നിന്നും എടുത്തും റെസ്റ്റൊക്കെ ചെയ്ത് വളരെ സാവധാനത്തിലാണ് നമ്മൾ വന്നത് തന്നെ. അപ്പോൾ നമ്മളെങ്ങനെ നന്ദിഗ്രാമിലെത്തിയിരിക്കാം. നന്ദിഗ്രാം നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടാൽ കേട്ടോ, ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി. ഇതിൻ്റെ ഒരു നോക്കിയേ, എന്ത് ഭംഗിയാണല്ലേ. അതായത് ശ്രീ നന്ദിഗ്രാം തീർത്ഥം എന്ന് പറയുന്നത് അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയിട്ടുള്ള അമ്പലമാണ്, ക്ഷേത്രമാണിത്. ഇതൊരു പഴയ ക്ഷേത്രം, അതായത് ബുദ്ധിസമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള കേട്ടോ. ഗുജറാത്തിലെ നന്ദിഗ്രാമിലെ ഒരു ജൈന ക്ഷേത്രമാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അകത്ത് കയറാൻ പറ്റും, പക്ഷേ ക്യാമറ അലൗഡാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ബുദ്ധൻ്റെ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ ഉള്ള ഒരുപാട് ശില്പങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൂടുതലും അട്രാക്റ്റ് ചെയ്തത് തന്നെ അമ്പലത്തിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിൻ്റെ കൊത്തുപണികളാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൽ അതിമനോഹരമായിട്ടുള്ള ഭംഗിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഇത് ശരിക്കും ബിലാഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ബിലാഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു കാര്യാലയമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് താമസിക്കാം. 2-3 ദിവസത്തേക്കുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്യാൻ അതിനുള്ള ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ സീമന്തർ സ്വാമി ജെയിൻ മന്ദിർ എന്നാണ് പേര്. അപ്പം ഇതിൻ്റെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സീമന്തർ സ്വാമിയാണ് അകത്തിരിക്കുന്നത്. അതായത് വളരെ പ്രസന്നമായിരിക്കുന്ന ഒരു മുഖഭാവത്തോടു കൂടിയിരിക്കുന്ന ബുദ്ധനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. നമുക്കിതിൻ്റെ അകത്ത് മെഡിറ്റേറ്റ് ചെയ്യാം. വളരെ പോസിറ്റീവായിട്ടുള്ള ഭയങ്കര ഒരു എനർജി നമുക്കിതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ലഭിക്കും. ഞാൻ മെഡിറ്റേറ്റൊക്കെ ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെയും നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. ചില ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ, ചില ഇതുപോലുള്ള ജൈന ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അത് നമ്മൾ പോയി തന്നെ ആകണം കേട്ടോ. അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക്, സൂറത്തിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ പോകണം. അപ്പോൾ ഞാനിത് കണ്ടിട്ട് എൻ്റെ അടുത്ത് കേൾക്കുക, എന്ത് ഭംഗിയാണെന്നറിയാമോ, ഒരു രക്ഷയില്ല. നന്ദിഗ്രാമിലെ ജൈന ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാനുള്ളൊരു ഭാഗ്യം കിട്ടി. തൊഴുതു. ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ സൂറത്തിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് കാണണം, ഇതിൻ്റെ അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് വണ്ടി നിർത്തി ഒരു 10 മിനിറ്റത്തെ കാര്യം കയറുക, ഇതിൻ്റെ അകത്തൊന്ന് കയറി ഇരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയായിട്ട് പോകാനായിട്ട് കഴിയും. സോ എൻ്റെ ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്നത് ഞാൻ ഓൾറെഡി വന്നപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കയറി പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പെർമിഷനില്ലാതെ ഒരിടത്തും കയറി വീഡിയോ എടുക്കരുത്. ഓക്കെ, നന്ദിഗ്രാം ജെയിൻ ടെമ്പിൾ. വാണത്തിലെ കൊത്തുപണികളും ചിത്രപ്പണികളും ഒക്കെയാണ് ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ഇത് കാണാനായിട്ട് കഴിയും. കയറുന്ന കവാടം ഇപ്പോൾ നോക്കി, വെള്ള കളറിൽ വൈറ്റ് മാർബിളിൽ ചെയ്തിരിക്കുന്നതാണ്. ഗ്രാനൈറ്റും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ സീമന്തർ സ്വാമി ഈ ജൈനക്ഷേത്രം ആക്ച്വലി 1989 ഇത് പുനരുദ്ധരിക്കുകയാണ് ചെയ്തത് കേട്ടോ. അതിപുരാതനമായിട്ടുള്ളൊരു ജൈനക്ഷേത്രമാണ്. ഇതിൻ്റെ മുകൾഭാവമാണ്. അതുപോലെ തന്നെ ജൈന പ്രാപഞ്ച ശാസ്ത്രത്തിലെ ജീവിച്ചിരിക്കുന്ന തീർത്ഥശങ്കരനായ ശ്രീമന്തർ സ്വാമിക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് കേട്ടോ.
450 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് കേട്ടോ. ഒരു ജൈന ക്ഷേത്രം, നന്ദിഗ്രാം, ഗുജറാത്തിലാണ്, സൗത്ത് ഗുജറാത്ത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ കണ്ടു, എന്ത് ഭംഗിയാണ് അതിലെ കാണാൻ, രക്ഷയില്ല. ഇപ്പോൾ അതിൻ്റെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ വെയിലുണ്ട് കേട്ടോ. എന്നിരുന്നാൽ തന്നെയും ഇപ്പോഴും അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ചില ഭാഗങ്ങളിൽ ഇപ്പോഴും പണികൾ നടക്കുന്നുണ്ട്. മുറ്റമൊക്കെ അതിവിശാലമായ മുറ്റവും വലിയൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ഇളം മഞ്ഞ നിറത്തിൽ ഉള്ള ഒരു പെയിൻറ്റിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇതൊന്ന് മനസ്സിലാകാൻ കഴിയും ക്ഷേത്രം കാണുമ്പോൾ തന്നെ. കണ്ടോ കൊത്തുപണികളെല്ലാം, ഇതെല്ലാം കല്ലുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഭയങ്കര, ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ അവർ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അതേ നിലനിർത്തിക്കൊണ്ട് തന്നെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. ഗോൾഡിഷ് പെയിൻ്റൊക്കെ അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതലും ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ഉള്ള മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജൈന ഭക്തരെ ആകർഷിക്കുന്ന രീതിയിലുള്ള വളരെ ശാന്തവും സുന്ദരവുമായിട്ടുള്ള ഒരു ആരാധന ഒരു ക്ഷേത്രമാണിത്. ഞാൻ പറഞ്ഞില്ലേ, മെഡിറ്റേഷൻ്റെ കുറച്ച് കാലമൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് 10 ദിവസമൊക്കെ ഒന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഫോണും ലാപ്പും ഒന്നും ഇല്ലാതെ, പണിയൊന്നും ഇല്ലാതെ തന്നെ 10 ദിവസം ഇവിടെ ഒന്ന് നിന്ന് ആരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ലാതെ നിന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം ഈ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ക്ഷേത്രത്തിൽ എടുത്തു പറയാനായിട്ട് ഉള്ളത്, ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ പഴയ ക്ഷേത്രം പുനരുദ്ധരിച്ചതാണിത്. ക്ഷേത്രത്തിൻ്റെ പറ്റിയിട്ടുള്ളൊരു ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പിടുത്തമില്ല. അവരുടെ പ്രാർത്ഥനയും ഒക്കെ ആയിരിക്കാം ക്ഷേത്രം. ഇതൊക്കെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു അമ്പലത്തിൽ പൂജാരിയുണ്ട്, ഇപ്പോഴും അമ്പലത്തിൽ പൂജിക്കുന്നുണ്ട്. നമുക്ക് അമ്പലത്തിനകത്ത് കയറി തൊഴുത് ശാന്തിയും സമാധാനത്തോട് കുറച്ച് നേരം ഇരിക്കാൻ കഴിയും. അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് മറ്റൊരു ക്ഷേത്രമുണ്ട്, സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തും ഇതുപോലുള്ള കുറച്ച് പ്രതിഷ്ഠകളും കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ ജൈനക്ഷേത്രം ആയതുകൊണ്ട് തന്നെ പല ദേവന്മാരുടെയും പേരുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി, അതാണ് സത്യം. അതിവിശാലമായ നടുമുറ്റമാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇറങ്ങി വീണ്ടും അതിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വലത് സൈഡിലായിട്ട് അടുത്തൊരു ചെറിയൊരു ദേവി പോലെ വെച്ചിട്ടുള്ള ഒരു ക്ഷേത്രം ഇവിടെ കാണാൻ കഴിയും. അതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്തെ കൊത്തുപണികൾ, നമ്മൾ ആ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ നടയിൽ നിന്ന് മുകളിൽ നോക്കുമ്പോൾ കാണുന്ന കൊത്തുപണികൾ അതിമനോഹരമാണ് കേട്ടോ. എല്ലാവരും അമ്പലത്തിൽ മണിയടിച്ചപ്പോൾ ഞാനും പോയി ചെന്നൊരു മണിയടിച്ചു. ഇരിക്കട്ടെ അവർക്ക് എൻ്റെ ഭാഗമായിട്ട്. പഴയതിനേക്കാളും ഭംഗിയോടുകൂടി തന്നെ അവരത് പുനർസ്ഥാപിച്ചു എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം. അമ്പലത്തിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഓരോ കൊത്തുപണികളിലും ഉണ്ടായിരിക്കുന്ന ആ കലാകാരൻ്റെ കഴിവ് നമുക്ക് ഇവിടെ എടുത്തറിയാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ നന്ദിഗ്രാം ജൈനക്ഷേത്രമൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ വഡോദരയിലോട്ടുള്ള യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇരുട്ട് വീഴാറായി. ഇനി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടിക്ക് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മൈലേജൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതുവഴിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരുണ്ട്. ഇതുപോലുള്ള സൂര്യാസ്തമനങ്ങളൊക്കെ നല്ല അതിഗംഭീരമായിട്ട് നമുക്ക് കാണാനായിട്ട് ഈ യാത്രയിൽ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ടയേർഡാണ്, വളരെ ടയേർഡാണ്. ഇരുട്ട് വീഴുന്നതിന് മുന്നേ ഒരു സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം.
നർമ്മദ നദിയുടെ കുറുകെയുള്ള ഒരു മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ ഒരു ഗുജറാത്തിലെ ഒരു പാലമാണ് കേട്ടോ ഇത്. ബറൂച്ച് എന്ന് പറയുന്ന സ്ഥലമാണ്. അതിൽ തന്നെ മൂന്നാമത്തെ ഒരു പാലമാണിത്. പുതിയ നർമ്മദ പാലം എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. ഇത് 1344 മീറ്റർ എന്നാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇത് വഡോദരയ്ക്കും സൂറത്തിനും ഇടയിലുള്ള ഒരു NH8 ഒരു ഹൈവേ ആണിത്. ഇതൊരു 6 വരി പാതയാക്കാനുള്ള ഒരു വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു പാലം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് 2017 കേട്ടോ. മോദി സർക്കാരാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഞങ്ങളങ്ങനെ വളരെ സേഫായിട്ട് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി സ്റ്റേയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.